അത് രണ്ട് ചെറുത് ഉരുട്ടിക്കും പിന്നെ കയ്യിൽ വലുതെടുത്താലും മതി അങ്ങനെ ചെയ്യാം തട്ടി തട്ടി ഉരുട്ടിയാൽ കൈ അങ്ങനെ കളി വേണേ കൈ അതിന്റെ പകുതി ചോറ് മതി മതി കേട്ടാ നമുക്ക് ഇന്ന് ഇത്തിരി ഇട്ടുന്നേ ഉള്ളൂ കയ്യിലെടുത്ത് ചെറിയ ഞാൻ അതിനെ കൂടെ ചെറുതൂടെ ഉരുട്ടിട്ട് പിന്നെ ചെറുത് ഉരുട്ടി വെച്ചാൽ അവിടെ ആ ഇല തന്നെ വെച്ചേക്കണം ആദ്യം കളയില്ല ഉരുളത് നീളാവട്ടെ നല്ലോണം തട്ടി ഉരുട്ടിയിട്ടേ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ കോഴിമുട്ട പരിവാകും ഇങ്ങനെ വലുത് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് മതിയാണ് ഒന്ന് വലുത് വലുത് കൈ വേണേൽ നനച്ചിട്ട് എടുത്തോ അപ്പം കൈ നോക്കി രാഷൻ പച്ചരി അല്ലേ പച്ച മതി അത്രയും മതി മതി പതുക്കെ കൈക്കകത്ത് ആക്കി തട്ടി തട്ടി ഉരുട്ടാം കൈ കിട്ടണ എടുത്താൽ മതിയാണ് കൈ എടുക്കാം തട്ടി തട്ടി ഉരുട്ടിയാൽ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ബാക്കിയുള്ളവർ അട്ടത്തിൽ നീക്കി കൂട്ടി വയ്ക്കും എവിടെയും വെച്ചാൽ മതി നീക്കി കൂട്ടി വയ്ക്കും ഇല്ല നമുക്ക് ഇതിന്റെ പകുതി അരി എടുത്താൽ മതി നല്ലോണം കൈ കഴുകും ഒരിത്തിരി ചുറ്റാൻ വേണം കൈ കഴുകും പിടിച്ചോളോട്ടാ ഇങ്ങോട്ടിരിക്കാം കിണ്ടി കിടന്നോട്ടില്ല പറ്റുമെങ്കിൽ മുട്ടുകുത്താലേ കുമ്പിട്ടാലും മതി മുട്ടുകുത്താണെങ്കിൽ മുട്ട് മാവണമെങ്കിൽ മുട്ട് നീക്കായിരിക്കും വലത്തേ കൈ ഈ ഇല ഇടത്തെ കയ്യിൽ വയ്ക്കാം പൗത്ര തുമ്പ് വെള്ളത്തിൽ മുക്കിയാൽ താഴെ മേലോട്ട് തറവാം ഒന്നുകൂടെ മുക്കി തടവി ഒന്നും കൂടെ 3 വട്ടം ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം നാളെ എന്തിനാണ് പുരട്ടാതെയാണ് ഇതിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ആൾ മൂടും തലയും വെള്ളത്തിൽ മുക്കി ആളിൻ്റെ പേര് 4 രൂപയൊക്കെ വിചാരിച്ച് അതിന് മോശം കിട്ടാനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മധ്യ ഭാഗത്ത് വയ്ക്കാം 3 തല മുക്കില്ലേ ഒന്ന് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചിട്ട് മധ്യത്ത് വയ്ക്കും ഇവിടെ വയ്ക്കാം ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് മൂടും തലയും വെള്ളത്തിൽ മുക്കി ഇങ്ങനെ വയ്ക്കണം 2 ചെവിയിൽ മുട്ടിച്ചിട്ട് അതേ കണക്കാക്കി കേട്ടോ കൈ ഇളകാൻ അങ്ങനെയല്ല നല്ലോണം പറഞ്ഞു തന്നെ മനസ്സിലാക്കണം ഇങ്ങനെ പിടിക്കണം മൂടും തലയെ മുക്കും ഇങ്ങനെ വയ്ക്കണം 2 ചെവിയിലും അതേ കണക്ക് അപ്പുറം അപ്പുറം വയ്ക്കും കൈ ഇളക്കല്ലേ അങ്ങനെ ഇത് നമ്മൾ ആളിന് കൊടുക്കുന്ന വസ്ത്രമാണ് നമുക്ക് വിചാരിച്ചോളാം ഇരിക്കേ കുമ്പിട്ടാലും മദ്യം വെള്ളത്തിൽ ഇങ്ങനെ കുറുകെ വയ്ക്കാം കേട്ടോ കുറുകെ വെക്കണം മുട്ടൂത്ത പാടാണെങ്കിൽ കുമ്പോട്ട് കേട്ടോ ആ വലിയ പിണ്ട കയ്യിലെടുത്ത് നാളെ ഞങ്ങൾക്ക് വിചാരിച്ചു തലയ്ക്ക് വയ്ക്കണം 3 വട്ടം തലയ്ക്ക് വെച്ച് കൈ മലത്തി മദ്യത്തോട്ട് ആദ്യം ചെയ്ത കണക്കെ മദ്യത്തോട്ട് പോയി കൈ മലത്തി വേണം വയ്ക്കാൻ അച്ഛൻ്റെ അമ്മയുടെ കുടുംബത്തിൽ മരിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ അവരെക്കാണ് പിണ്ടോ തലയ്ക്ക് വീണ് ഇപ്പുറത്ത് അതിട്ടാണ്ട് ഇതിൻ്റെ പുറത്ത് വരും നമ്മളെ മീൻ കടിക്കാനൊക്കെ വെച്ചാൽ കൊച്ചു കസേരയാണുണ്ടെങ്കിൽ വേറെ ചോദിച്ചാൽ അതിന് ചെയ്യാൻ പുള്ളി എല്ലാം അതിൻ്റെ പുറത്താണ് വെക്കാനുള്ള കേട്ടോ അടുത്തേക്ക് നാട്ടിലെ കൊണ്ട് ആരെങ്കിലും മരിച്ചവരുണ്ടെങ്കിൽ അറിയാമെങ്കിൽ അവരെക്കാണ് പിണ്ടോന്ന് വിചാരിച്ച് തലയ്ക്ക് ഇപ്പുറത്ത് വരും ബാക്കിയുള്ള ഇതെല്ലാം 3 വട്ടമായിട്ട് എടുക്കണം 3ാമത്തെ വട്ടം മൊത്തം തീർക്കണം കേട്ടോ ആദ്യം കുറച്ചെടുത്താൽ അലഞ്ഞൊക്കെ തിരിക്കാൻ എടുക്കണം പ്രേതങ്ങളൊക്കെ പിടിച്ചാൽ ചെറുതായിട്ട് ഇങ്ങനെ വിതറി ഇവിടെ തുടങ്ങി അവിടെ കൊണ്ട് നിർത്തണം കറങ്ങി വരട്ടെ ഓട്ടെ ഇവിടെ നിർത്തണം 2 വട്ടം കൂടെ ചെയ്യണം അടുത്ത വട്ടം മൊത്തം എടുക്കണം കേട്ടോ കുറച്ചെടുത്താൽ അവസാനം 3ാമത്തെ വട്ടം തീരണമെന്നുണ്ട് മൊത്തം എങ്ങനെ എടുക്കാം കറങ്ങി വരും ഇതെല്ലാം പഠിച്ചെടുക്കും കൈ ആയിട്ട് നനയ്ക്കണം
ഈ 2 വിരലും കൊണ്ട് കുറച്ച് എല്ലാം എടുത്ത് വെള്ളത്തിൽ മുക്കി കൈ മടത്തി മറ്റത്ത് വയ്ക്കും. വീണ്ടും കൊടുക്കണം. വെള്ളത്തിൽ മുക്കി ഇതിലോട്ട് വയ്ക്കും. എല്ലാ കൈ മടത്തിയാണ് ചെയ്യേണ്ട കേട്ടോ. വീണ്ടും കൊടുക്കണം. ഇതിലോട്ട് വയ്ക്കും. വീണ്ടും കുറച്ച് കൊടുക്കും. വെള്ളത്തിൽ മുക്കി ഒന്ന് ചുറ്റും കറക്കണം കേട്ടോ. നമ്മൾ നേരെ അരി വിതറിയില്ലേ, കയ്യിൽ വെക്കാനല്ല കറക്കാനാണ്. മതി. ഒന്നുകൂടെ ചെയ്യണം. വേണം ഒന്നുകൂടെ ചെയ്യും. കാണാൻ കുറഞ്ഞു തുടങ്ങാൻ കാണാൻ തുടങ്ങി. അതെ, എന്നിട്ട് 2 പൂവെടുത്ത് വെള്ളത്തിൽ മുക്കി ഇതിൽ വരും. വീണ്ടും വരും. ഇതിൽ വരും. വീണ്ടും വരും. മുക്കി ഇതിൽ വരും. വീണ്ടും എടുത്ത് മുക്കി ചോറ് 3 വട്ടം വയ്ക്കും. 3 വട്ടം എല്ലാം കറക്കും. എല്ലാം 3 വട്ടം വയ്ക്കും. 3 വട്ടം പാത്രത്തൊമ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് മറ്റേക്ക് വെള്ളം കൊടുക്കും. വീണ്ടും നമുക്ക് അപ്പുറത്ത് കൊടുക്കും. നമുക്ക് കറക്കും. നമ്മൾ 4 ഐറ്റമാണ് ചെയ്യണത്. ആ, 4 ഐറ്റം ഇതാണെങ്കിൽ 3 വട്ടം കൊടുക്കണം, 3 വട്ടം കറക്കണം കേട്ടോ. ദീപം സമർപ്പയാമി എന്ന് പറഞ്ഞ് 3 വട്ടം ഒഴിയണം. ചുറ്റിനും ഒഴിയണം. ഈ ഇലയിലോട്ട് വെച്ചു. ധൂപം സമർപ്പയാമി. അങ്ങോട്ട് ഈ മധ്യത്തെ പിണ്ടത്തിൽ നിന്ന് ഒരു ചോറെടുത്ത് മണം പിടിച്ച് പുറകോട്ട് കളയും. ആ ഇലയെടുത്ത് അടച്ചു വയ്ക്കണം. ഇടത്തെ കൈ ഇവിടെ വരും. ഈ കൈയുടെ പകുതി വലിച്ചു ഈ കൈ കൊണ്ട് പകുതി വലിച്ചേരി അകത്തോട്ട് മണം